അണിചേരുക സോദരരെ, അണിചേരുക സോദരരെ, അണിചേരുക സോദരരെ, അണിചേരുക സോദരരെ. അണിയണിയായി മുന്നോട്ട്, അണിയണിയായി മുന്നോട്ട്, അണിയണിയായി മുന്നോട്ട്, അണിയണിയായി മുന്നോട്ട്. നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം, 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 നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം. നമ്മുടെ നാടിൻ നന്മയ്ക്കായി, നമ്മുടെ നാടിൻ നന്മയ്ക്കായി, നമ്മുടെ നാടിൻ ഭാവിക്കായി, നമ്മുടെ നാടിൻ ഭാവിക്കായി, നന്മയ്ക്കായി സംരക്ഷിക്കാം, നന്മയ്ക്കായി സംരക്ഷിക്കാം, നന്മയ്ക്കായി സംരക്ഷിക്കാം, നന്മയ്ക്കായി സംരക്ഷിക്കാം. നമ്മൾ ജീവനോടെ, നമ്മൾ ജീവനോടെ. റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ തലവന്മാർക്കും കേരളത്തിലെ MP-മാർക്കും വഖഫ് ആക്ട് ഭേദഗതി ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചും ആ നിലവിലുള്ള വഖഫ് ആക്ട് പ്രകാരം നമ്മൾ ദുരിതത്തിലായ ആ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു ഓർമ്മക്കുറിപ്പ് പോലെ ഒരു എഴുത്ത് അയക്കുകയാണ്. നമ്മൾ സമരപ്പന്തലിൽ നിന്നും ബഹുമാനയുടെ വികാരിയത്തിന് ഉദ്ഘാടനം ചെയ്ത് നമ്മളുടെ പള്ളിപ്പുറം പോസ്റ്റ് ഓഫീസിൽ പോയി ആ ലെറ്ററുകൾ പോസ്റ്റ് ചെയ്യണം. ഏകദേശം 40ഓളം ലെറ്ററുകളാണ് നമ്മൾ ആകെ പോസ്റ്റ് ചെയ്യുക. നമ്മുടെ ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയ്ക്ക് അതീതമായിട്ട് നിൽക്കുന്ന വഖഫ് ആക്ടിലെ സെക്ഷൻസ് മാറ്റണമെന്നാണ് ആ എഴുത്തുകളിൽ നമ്മൾ ആവശ്യപ്പെടുന്നത്. മുനമ്പം പോലെ മറ്റൊരു സ്ഥലം ഇനി ഉണ്ടാകരുതെന്നാണ് നമ്മളുടെ അഭ്യർത്ഥന. എല്ലാ നേതാക്കളും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനുള്ള നേതൃത്വം എടുക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്കുള്ള മാർച്ച് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുക. നമ്മുടെ നാവുകൾ തളരില്ല, നമ്മുടെ നാവുകൾ തളരില്ല, നമ്മുടെ കാലുകൾ തളരില്ല, നമ്മുടെ കാലുകൾ തളരില്ല. ഇന്ന് ഏറെ പ്രസക്തിയുള്ള ഒരു ദിവസമാണ്. കാരണം വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചും ആ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ടും മുനമ്പം സമരസമിതി, ഞാനിപ്പോൾ മുനമ്പത്ത് നിൽക്കുകയാണ്, മുനമ്പം സമരസമിതി ഇന്ന് രാജ്യമെമ്പാടുമുള്ള MP-മാർക്കും രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും കോൺഗ്രസിനും ഉൾപ്പെടെ ഇന്ന് ഇവിടുന്ന് കത്തയക്കുകയാണ്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതിനപ്പുറത്തേക്ക് മുനമ്പം ജനത അത് വ്യക്തമായി തന്നെ ഇന്ന് ഭരണഘടനയുടെ ദിവസമാണ്, റിപ്പബ്ലിക് ഡേ ആണ്. ആ ഭരണഘടന സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ആ ഭരണഘടനയിൽ പൗരന് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് മുനമ്പം ജനത ഇന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി അവിടെ നിന്നും ഇതിനെ വഖഫ് ഭേദഗതി നിയമത്തെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിട്ടുള്ളത്. ഇതിനേറെ പ്രസക്തിയുണ്ട്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതിനപ്പുറത്തേക്ക് വഖഫ് ഭേദഗതി മാത്രമേ രക്ഷയുള്ളൂ എന്ന് മുനമ്പം ജനത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് പാർട്ടിയുടെ ഞങ്ങളുടെ തുടക്കം മുതലുള്ള ഞങ്ങളുടെ അഭിപ്രായം ഇതുതന്നെയായിരുന്നു. അതിന് ആ ഒരു പൂർണ്ണമായും ആ അഭിപ്രായത്തിലേക്ക് സമരസമിതി എത്തിയിരിക്കുന്നു. അതിന് അവർക്ക് എല്ലാ പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ കാലുകൾ തളരില്ല, മതഭരണം വേണ്ടേ വേണ്ട, മതഭരണം വേണ്ടേ വേണ്ട, മതനിയമം വേണ്ടേ വേണ്ട, മതനിയമം വേണ്ടേ വേണ്ട. ഞങ്ങളുടെ പൊന്നാട്ടിൽ, ഞങ്ങളുടെ പൊന്നാട്ടിൽ. നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ ലെറ്ററുകൾ പ്രൈം മിനിസ്റ്റർ മുതൽ എല്ലാ നേതാക്കൾക്കും MP-മാർക്കും MLA-മാർക്കും മന്ത്രിമാർക്കും നമ്മൾ അയച്ചു കൊടുക്കുകയാണ്. വഖഫ് ബില്ലിൽ ഭേദഗതി വരുത്തണമെന്നും ഇപ്പോഴുള്ള വഖഫ് ബില്ലിൻ്റെ ഇരകളാണ് ഈ 610 കുടുംബങ്ങളെന്നും സൂചിപ്പിക്കാനും അങ്ങനെ നമ്മുടെ സ്ഥലം വഖഫ് ബോർഡിൻ്റെ ആസ്തി പട്ടികയിൽ നിന്ന് മാറ്റിയെടുക്കണമെന്നും നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം, ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ ലെറ്ററുകൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അറിയും ഞങ്ങൾ പോരാടുമെന്നോർത്തോളൂ, പോരാടുമെന്നോർത്തോളൂ. നിയമം വേണ്ടേ വേണ്ട, നിയമം വേണ്ടേ വേണ്ട. ഞങ്ങളുടെ പൊന്നാട്ടിൽ, ഞങ്ങളുടെ പൊന്നാട്ടിൽ. സോദരരെ ഒന്നായി ചേരാം, ചേരാം. നീതിക്കായി തീയാവാം. നമ്മുടെ നാവുകൾ തളരില്ല, നമ്മുടെ കാലുകൾ തളരില്ല, നമ്മുടെ ശക്തി ജയിക്കില്ല.
അതിശയിക്കില്ല.